നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ഈ അയൽവാസിയുടെ വീട് പണി കഴിയുമ്പോഴത്തേക്കും കുറേ നല്ല മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റുമെന്ന്. ഇന്ന് ഈ അയൽവാസിയുടെ വീട് പണിക്ക് ഇറങ്ങാനുള്ളൊരു പ്രചോദനം പാലക്കാരൻ അച്ചാച്ചനായിരുന്നല്ലോ. അപ്പോൾ അച്ചാച്ചനെ തന്നെ വിളിച്ചിരുന്ന് വിശേഷങ്ങളൊക്കെ ചോദിച്ച്, അപ്പോൾ എവിടം വരെ കാര്യങ്ങളെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞ അച്ചാച്ച വിചാരിച്ച പോലെ കാര്യങ്ങളങ്ങനെ മുന്നോട്ട് പോയിട്ടില്ല. തറപണി കഴിഞ്ഞിട്ട് പിന്നെ തുടങ്ങിയിട്ടില്ല. സാമ്പത്തികം വിചാരിച്ച പോലെ അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു, തോമസേ ഞാനൊരു 10,000 രൂപ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യനായിട്ടങ്ങേരി, ലക്ഷപ്രഭോ കോടീശ്വരനൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ. എന്നിട്ട് പുള്ളി അപ്പം തന്നെ 10,000 എനിക്ക് കിട്ടുക. ശരിക്കും പറഞ്ഞാൽ ഈ അച്ചാച്ചൻ എന്നെ നേരിട്ട് കണ്ടിട്ടില്ല, ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ ഫേസ്ബുക്കിലിടുന്ന വീഡിയോകളിൽ ഇഷ്ടപ്പെട്ട് എന്നെ വിളിച്ചൊരു മനുഷ്യനാണ്. ഈ വീട് പണിയുന്ന ആ വ്യക്തിനെ പോലും നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ആ പാലായിലിരിക്കുന്ന ആ ഒരു നല്ല മനുഷ്യൻ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൽ നിന്ന് അയച്ചു തരിക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പുണ്യമാണ്. ഇത് അയച്ചിട്ട് ഒറ്റ കാര്യം മാത്രമേ പറഞ്ഞില്ല, തോമസേ എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന്. നല്ല മനുഷ്യരാണ്. നമ്മളിങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ല. ആ ചാച്ചൻ്റെ ഫോട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ഏട്ടാ. TL ജോണി എന്നാണ് പേര്. പാലയിലാണ് ആ നല്ല മനുഷ്യൻ്റെ വീട് ഏട്ടാ. ദൈവത്തിൻ്റെ മാലാകയാണ്. അപ്പോൾ ദൈവമായിട്ട് നമ്മൾ ഓരോരുത്തരെ ഇടപെടുത്തട്ടെ ആ വീട് പണി തീർക്കാൻ വേണ്ടിയിട്ട് ഏട്ടാ. അപ്പോൾ എല്ലാവരും ആ ഒരു നല്ല മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. അതുപോലത്തെ നല്ല മാലാകകളായി നമുക്ക് ഓരോരുത്തർക്കും മാറാം. കാരണം സാമ്പത്തികം വന്നാൽ മാത്രമേ ആ പണി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം, എല്ലാവരുടെയും സഹായം എൻ്റെ കൂടെ ഉണ്ടാകണം. ഓക്കെ.